ാണ് കേരളത്തിൻ്റെ ഇസ്ലാമിൻ്റെ ചരിത്രം നിലനിൽക്കുന്നത്. ഒന്ന് കച്ചവടക്കാരിലൂടെ എത്തുന്നു, മറ്റൊന്ന് ഈ മിഷണറി സംഘത്തിലൂടെ എത്തുന്നു. വളപട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ആ ഒരു അടുത്തടുത്തായിട്ടുള്ള കുറേ പള്ളികളും ഒരുപാട് സയ്യിദ് കുടുംബങ്ങളുള്ളൊരു ദേശമാണ്. ഇപ്പോഴും ആ ശേഷിപ്പുകൾ അവിടെയുണ്ട്. ഇപ്പോൾ 1900 1800 അവസാനത്തിലൊക്കെ നിർമ്മിച്ച അങ്ങനെ എഴുതി വെച്ച കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ 1900 തുടക്കത്തിലുള്ള ഇയറുകളൊക്കെ പല കെട്ടിടത്തും കണ്ടെത്താൻ പറ്റും. കേരളത്തിൽ ഹദ്ദാദ് വളരെ മുമ്പ് തന്നെ സജീവമായിട്ട് ചൊല്ലിയിരുന്ന, കേരളത്തിൽ ഹദ്ദാദിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു റെഫറൻസ്, അതിൻ്റെ വേര് നീളുന്ന ഒരു പള്ളി ഉണ്ടാവുന്നത്. നമ്മൾ കോഴിക്കോട്ട് ഷേഖ് ജിഫ്രി വരുമ്പോൾ അന്നത്തെ സാമൂതിരി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അദ്ദേഹത്തിന് വലിയ ലാൻഡ് വിട്ടുകൊടുക്കുന്നു, അവിടെ പാർപ്പിക്കുന്നു. ഷിഹാബുദ്ദീൻ തങ്ങന്മാർ വരുമ്പോൾ അറക്കൽ ഫാമിലി അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു, അവരെ അവിടെ സെറ്റിലാക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ എന്തുകൊണ്ട് ഇവരെ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ ഇവർ വിശ്വസ്തരായ ആളുകളാണ്, സൂഫികൾ അല്ലെ സയ്യിദുമാർ. അപ്പോൾ ഒരു ദേശത്ത് ഇവർ വന്ന് സെറ്റിലാകുമ്പോൾ അവർക്കൊരു ലാൻഡ് കൊടുത്ത് അവരെ താമസിപ്പിക്കുമ്പോൾ തങ്ങളുടെ ദേശത്ത് പ്രശ്നം പരിഹരിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഇത് മാറുന്നു. അപ്പോൾ ഭരണം സുസ്ഥിരമാകും. ഈ കണ്ണൂരിൻ്റെ സൂഫി വേരുകളെ കുറിച്ച്, അതുപോലെ തന്നെ ഇവിടെ തരീക്കത്തുകൾ എത്രമാത്രം സജീവമായിട്ടുണ്ടായിരുന്നു. ഈ അലിയുൽ കൂഫി 800-കളിൽ ഇവിടെ വരുന്നു, സെറ്റിലാകുന്നു, ഇവിടെ സജീവമായിട്ട് പ്രബോധനം നടത്തുന്നു. അതിൽ ആകൃഷ്ടനായിട്ട് അന്നത്തെ ചെയർമാൻ ഭരണാധികാരി മുസ്ലിം ആവുകയും ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. തുടർന്ന് തന്നെ ഈ വളപട്ടണം ഭാഗത്ത് നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫാമിലിയിൽപ്പെട്ട ബന്ധുക്കൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ആ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകൾ വളപട്ടണത്ത് വന്ന് താമസിക്കുന്നുണ്ട്. സിദ്ദീഖ്യങ്ങളുടെ ഒരു ഹിസ്റ്ററി നമുക്ക് വളപട്ടണത്ത് കാണാൻ പറ്റും. അബ്ദുൽ ഖാദർ സാനി എന്നറിയപ്പെടുന്ന പുറത്തിൽ ഷേഖ്, അദ്ദേഹം ഒരു പുറത്തുനിന്ന് വരികയാണ്, എന്നിട്ട് ഇവിടെ നിന്ന് വിവാഹം കഴിക്കുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു എന്ന് അതിൽ ഉണ്ടാകുന്ന മകനാണ് പിന്നീട് ഇവിടുത്തെ പുറത്തിൽ ഷേഖായിട്ട് ആദ്യം വരുന്നത്. വലിയൊരു സൂഫിയായിട്ട് വരുന്നു, ഒരു ആത്മീയ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നു. അസ്സലാമു അലൈക്കും. ബി ലൈറ്റിൻ്റെ 6ാമത്തെ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ പ്രശസ്ത ചരിത്രകാരനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ മൊയിനുദ്ദീൻ മലയമ്മ ഉസ്താദ് അവറുകളാണ്. അതിനെ ആദ്യമായി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് കണ്ണൂരിൻ്റെ മുസ്ലിം ചരിത്രത്തെക്കുറിച്ച്, അതിൻ്റെ പൈതൃക വശങ്ങളെക്കുറിച്ചാണ് ഈ ഒരു സെഷനിൽ സംസാരിക്കുന്നത്. അതിനോട് ആദ്യമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, കേരള മുസ്ലിം ചരിത്രത്തിൽ കണ്ണൂർ എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? ഇസ്ലാം കേരളത്തിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലുള്ള ചരിത്രശേഷിപ്പുകൾ എങ്ങനെയൊക്കെയാണ്? കേരളത്തിലെ മുസ്ലിം ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ചരിത്രദേശങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തുരുത്താണ് കണ്ണൂർ ജില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പ്രാചീന ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ദേശങ്ങൾ ഈ ഒരു ജില്ലയുടെ ഉള്ളിൽ, പ്രത്യേകിച്ചും കോസ്റ്റൽ ഏരിയകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ധർമ്മടം, മാടായി, ഏഴിമല, ശ്രീകണ്ഠാപുരം, ഇരിക്കൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരുപാട് ഡിബേറ്റുകളുണ്ട്. പ്രവാചകരുടെ കാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തി എന്നുള്ളത് ഉറപ്പാണ്. അത് പല നിലക്ക് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തെളിവുകൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ, ചരിത്ര തെളിവുകൾ ഒരുപക്ഷെ കേരളം മൊത്തം നമ്മൾ അന്വേഷിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വിപുലമായ സാധ്യതകളോടെ നമുക്ക് ഇന്നും ലഭ്യമായിട്ടുള്ളത് കണ്ണൂരിലാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ ഓരോരു മുസ്ലിം രാജഭരണ സമ്പ്രദായമായി നമ്മൾ പറഞ്ഞു വരുന്ന അറക്കൽ ഭരണകൂടം. അറക്കൽ ഭരണകൂടത്തിൻ്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കഥകൾ, അത് മാലിക് ദീനാർ അതിനും ഇവിടുത്തെ കേരളീയ ഇസ്ലാമിൻ്റെ ഒരു ട്രഡീഷൻ,
സാധാരണ പറഞ്ഞു വരുന്ന ചേരമാൻ പെരുമാൾ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ചേരമാൻ പെരുമാളിൻ്റെ സഹോദരിയുടെ മകനായിരുന്നു മുഹമ്മദ് അലി എന്നും മഹാബലി എന്നും അദ്ദേഹം കൺവേർട്ടായിട്ട് മുസ്ലിമായിട്ട് മുഹമ്മദ് അലിയായി എന്നും അതാണ് ആലിരാജ ട്രഡീഷൻ എന്നുള്ള ഒരു 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 ചരിത്രമാണ് കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും അവിടെ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ പഴയ കാലത്ത് അല്ലെങ്കിൽ നബിയുടെ കാലത്ത് അല്ലെങ്കിൽ അതിനെ തുടർന്ന് വന്ന കാലത്ത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് കേരളത്തിൻ്റെ ഇസ്ലാമിൻ്റെ ചരിത്രം നിലനിൽക്കുന്നത്. ഒന്ന് കച്ചവടക്കാരിലൂടെ എത്തുന്നു, മറ്റൊന്ന് ഈ മിഷണറി സംഘത്തിലൂടെ എത്തുന്നു. കച്ചവടക്കാരിലൂടെ നേരത്തെ തന്നെ ഇവിടെ കാലത്ത് തന്നെ ഇവിടെ എത്തിയതായിട്ട് നമുക്ക് ഇവിടത്തെയും പുറം ദേശങ്ങളിലെയും ചരിത്രശേഷിപ്പുകൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ മിഷണറി സംഘവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് എപ്പോൾ വന്നു എന്നുള്ളതിലാണ് പല നിലക്കുള്ള ചർച്ചകൾ, ഡിബാറ്റുകൾ നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും ഇവിടുത്തെ ഇരിക്കൂർ ദേശം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ശ്രീകണ്ഠാപുരം എടുക്കുകയാണെങ്കിലും ഇവിടെയൊക്കെ വളരെ മുമ്പ് നബിയുടെ കാലത്തെ തുടർന്നുള്ളൊരു ഘട്ടത്തിലെ ചരിത്രശേഷിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാടായിപ്പള്ളി പോലെയുള്ള അവിടെയുള്ള ഇൻസ്ക്രിപ്ഷൻസ്, അവിടെയുള്ള ശിലാലിഖിതങ്ങളൊക്കെ നബിയുടെ കാലത്ത് തന്നെ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ഇന്നും നിലനിൽക്കുന്ന രേഖകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിജ്റ 5 എന്നുള്ള ഒരു എഴുത്താടം മാടായിലുണ്ട് എന്നുള്ളത് മാടായിപ്പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര രേഖയായിട്ട് പറഞ്ഞു വരുന്നത് അവിടെ ഹിജ്റ 5 എന്ന് സൂചിപ്പിക്കുന്ന ഒരു എഴുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് പിൽക്കാലത്ത് മാത്രമല്ല, നമ്മൾ സാധാരണ മലബാറിലെ ഇസ്ലാമിൻ്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പാട്ടുകളിലൂടെ തന്നെ അത് മാടായിപ്പള്ളി മക്കത്തെ പള്ളി കൊപ്പിച്ച പള്ളി എന്ന് പറഞ്ഞ ഒരു പാട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് ഇവിടെ ആദ്യം ഇസ്ലാം എത്തി എന്നുള്ളതിൻ്റെ രേഖയായിട്ട് നമ്മളതിന് പറയുന്നുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഇപ്പോൾ ഈ ഒരു ഡിബാറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചർച്ച വേറൊരു രീതിയിലേക്ക് വരുന്നത് ഏകദേശം 1940കളിലോ മറ്റോ ആയിട്ട് അതിനെ തുടർന്നാണ്. ഇപ്പോൾ എളംകുളം കുഞ്ഞമ്പിള്ള അദ്ദേഹത്തിൻ്റെ ചരിത്ര പഠനങ്ങളിലൂടെയാണ് പിന്നീട് അതിനെ MGS നാരായണനെ പോലെയുള്ളവർ ഒരു അക്കാദമികവൽക്കരിച്ച് അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് 1100കളിലാണ് മാടായിപ്പള്ളി പണി കഴിപ്പിച്ചത് എന്നുള്ള നിലക്ക് ചരിത്ര എഴുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അവർ പറഞ്ഞു 1100കളിലാണ് മക്കത്ത് പള്ളി ഈ മാടായിപ്പള്ളി ഉണ്ടായത്, അതുകൊണ്ട് ഇവിടെ ഇസ്ലാം എത്തുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ള നിലക്കുള്ള ഒരു നരേഷൻ രൂപപ്പെട്ടു. ഇന്നും ഒരുപക്ഷെ അക്കാദമികമായിട്ട് അല്ലെങ്കിൽ പൊതു ഇടത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് ഈ നിലക്കുള്ള ഒരു വായനയാണ്. സത്യത്തിൽ ഇത് അദ്ദേഹം നേരിട്ട് വന്ന് പരിശോധിച്ചതോ അല്ലോ അങ്ങനെ രേഖപ്പെടുത്തിയതോ ഒന്നുമല്ല, മറിച്ച് അദ്ദേഹം മറ്റൊരു സോഴ്സിനെ ചെയ്തതാണ്. അത് വില്യം ലോഗൻ്റെ പോലെയുള്ള, പക്ഷെ അവരും നേരിട്ട് വന്ന് പഠിച്ചതല്ല, അത് മറ്റുള്ള സോഴ്സുകളെ അവലംബിച്ച് എഴുതിയതാണ്. സത്യത്തിൽ ഇതിൻ്റെ വസ്തുത എന്തെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അന്ന് ഇത് റീബിൽഡ് ചെയ്യപ്പെട്ടിരിക്കാം, ഇത് പുതുക്കി പണിതിരിക്കാം. അത് ഇവിടുത്തെ ആദ്യത്തെ 10 പള്ളികളിൽ ഒരു പള്ളിയായിട്ട് തന്നെ വന്നതാണ് എന്നുള്ളതാണ്. പിൽക്കാലത്തൊരു പക്ഷേ അത് പുതുക്കി പണിതിരിക്കാം എന്നുള്ള നിലക്കായ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പല നിലയ്ക്ക് ഇപ്പോൾ ഇതിൻ്റെ പരിസര ദേശങ്ങളിലെ മറ്റു ശേഷിപ്പുകളും നമുക്ക് ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം കേരളത്തിലെത്തി എന്നുള്ളതിൻ്റെ സൂചനകൾ അത് നമുക്ക് കണ്ണൂരിലെ മറ്റു ശേഷിപ്പുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇരിക്കൂറിൻ്റെ അവിടെയുള്ള ഖബറുകളെ കുറിച്ച് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ചരിത്രപരമായി അതിൻ്റെ ചരിത്രപരത എത്രത്തോളം ഉണ്ട്? അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരുന്ന സാധനം തന്നെയാണ് ഇരിക്കൂർ. ഇപ്പോൾ അവിടെ നമ്മൾ എന്നും പോയാൽ നിലാമുറ്റം എന്ന് പറയാനായിട്ട് അവിടെ ഒരുപാട് ഖബറുകൾ, വളരെ പഴക്കം ചെന്ന ഖബറുകൾ അവിടെ ഇപ്പോഴും അതേപോലെ തന്നെ ശേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലുപ്പം ഒരു അസാധാരണമായ വലുപ്പമുണ്ട് കല്ലുകളുടേത്.
അപ്പം അതുമ്മൽ ഈ പഴയ അറബി ലിപിയിൽ എഴുതി വെച്ച രേഖകളുണ്ട്. അത് ഇന്ന് പോയാലും നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ അത് ഒരു പക്ഷേ റീഡബിൾ ആവണമെന്നില്ല, അത് ഇങ്ങനെ മങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ ഒരു മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഈ കേരളത്തിൻ്റെ പഴയകാല ഈ ഹെറിറ്റേജ് സാഹിത്യ സംഭാവനകളെ കുറിച്ചൊക്കെ പറയുന്ന പുസ്തകത്തിൽ ഇപ്പോൾ CN അഹമ്മദ് മൗലവി അതിൽ പറയുന്നുണ്ട്. അയാൾ ഈ പുസ്തകം എഴുതുന്നതിൻ്റെ മുമ്പ് 70കളുടെ 50കൾ 60കളിലോ മറ്റോ വളരെ മുമ്പ് അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഹിജ്റ 50 എന്ന് എഴുതി വെച്ച ഒരു മീസാൻ കല്ല് കണ്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഈ പുസ്തകം എഴുതുന്ന ഘട്ടത്തിൽ പിന്നീട് അദ്ദേഹം പോയപ്പോൾ അത് അത്ര ഒരു മങ്ങിയ രീതിയിൽ അത് റീഡബിൾ അല്ല എന്നുള്ളൊരു സൂചന അദ്ദേഹം പറയുന്നുണ്ട്. കാലങ്ങളായിട്ട് ഇവിടെ ഒരു ഓറൽ ട്രഡീഷനിൽ അവിടെ വളരെ പഴക്കമുണ്ട് എന്നും അതവിടെ സ്വഹാബികളുടെയൊക്കെ ഖബറുകൾ ഉണ്ടാവാം എന്നുള്ള നിലക്കും അല്ലെ താബികളുടേതൊക്കെ ഉണ്ടാവാം എന്നുള്ള നിലക്കുള്ളൊരു വിശ്വാസം ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നും നമ്മൾ പോകുമ്പോൾ ഈ നമ്മൾ ഈ പഴയ ചരിത്ര ശേഷിപ്പുകളിൽ നമ്മളുടെ മുമ്പിൽ ഏറ്റവും വലിയ രേഖകളിലൊന്ന് എന്ന് പറയുന്നത് ഈ ഇൻസ്ക്രിപ്ഷൻസുകളാണ്. ഈ മീസാൻ കല്ലുകളിലുള്ള എഴുത്തുകൾ. ഈ എഴുത്തുകളെ മുൻനിർത്തിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അതാണ് വളരെ പ്രധാനപ്പെട്ട റെഫറൻസ് ആണത്, ഒരു സോഴ്സാണത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഈ റിക്കൂറിലെ ഇത്തരം റെഫറൻസുകളെക്കുറിച്ച് സോഴ്സുകളെക്കുറിച്ച് നല്ലപോലെ പഠിച്ച ഒരു സ്കോളറായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, മാത്രമല്ല പഴയ കാലത്തെ അറബിക് ലിപിയെക്കുറിച്ച് വലിയൊരു പരിജ്ഞാനമുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു, അവിടെ പോയാൽ ഇന്നും അദ്ദേഹം നിരന്തരമായിട്ട് ഇത്തരം പഴയ ലിപികളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിനെ ഡീകോഡ് ചെയ്ത് പുതിയ ലിപി ആയിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പം അതെന്നെ പറഞ്ഞത്, ഇന്നും നമ്മൾ ഇരിക്കൂറിൽ പോയാൽ അവിടുത്തെ ഖബറിൻ്റെ മുകളിലുള്ള എഴുത്ത് അത് ഹിജ്റ 50 എന്ന് ഹംസൂൻ എന്ന് കൃത്യമായിട്ട് വായിക്കാൻ നമുക്ക് പറ്റും. അത് ഓൾഡ് കൂഫി ലിപിയിലാണ് ഇത് എഴുതി വെച്ചത്. ഈ പഴയ ഓൾഡ് കൂഫി ലിപി എന്ന് പറഞ്ഞാൽ അതിൽ പുള്ളി കുത്ത് സാധനങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു ലിപിയാണ്. അപ്പോൾ അത് വായിക്കാൻ അറിയുന്നവർക്ക്, അത് അതിൽ ബോധമുള്ളവർക്ക് പോവുകയാണെങ്കിൽ ഇന്നും അത് 50 എന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹിജ്റ 50 എന്നൊരു ഖബറിന്മേൽ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം ഇവിടെ എത്തിയതായിട്ടും വലിയൊരു ജനജീവിതം ഈ ഭാഗത്ത് ഉണ്ടായിരുന്നതായിട്ടുള്ള വലിയ ചരിത്ര രേഖയാണത്. പാർത്ഥത്തിലുള്ള പഠനങ്ങൾ നമുക്കിടയിൽ വികസിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതേ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ശ്രീകണ്ഠാപുരത്തെ ഖബറിൻ്റെ മുകളിലും കാണാൻ പറ്റുന്നത്. അവിടെ ഇന്ന് പോയാലും അവിടെ അറബിയിലുള്ള ഈ ഓൾഡ് കൂഫി ലിപിയിൽ തന്നെ എഴുതി വെച്ച വർഷവും പേരും ഒക്കെ ഉണ്ട്. പേരിൻ്റെ ഇതിലൊക്കെ ഒരു അവ്യക്തതകളുണ്ട് എങ്കിൽ കൂടി ഈ വലിയൊരു ചരിത്ര റെഫറൻസാണത്. അതിനെ വെച്ചുകൊണ്ട് നമ്മുടെ പഠനത്തെ വികസിപ്പിക്കണം. കാരണം ഓൾഡ് കൂഫി ലിപി എന്നാണ് ഇവിടെ അത്രമാത്രം സാർവത്രികമായിട്ട് ഉണ്ടായിരുന്നത്. ഈ പുള്ളിയും കുത്തും ഇല്ലാത്ത സാധനങ്ങൾ എന്നു മുതലാണ് അത് അതിലേക്ക് പരിണമിച്ചത്. അപ്പോൾ നമ്മളെ ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ അദ്ദേഹമാണ് ഇതിൽ വന്നിട്ട് പുള്ളി ഇതിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെയുള്ള ഒരു ലിപി വ്യവസ്ഥ അത് ഇന്നും ഇവിടെ അതേപോലെ ശേഷിക്കുന്നു എന്ന് പറയുന്നത് അതൊരു 1-ാം നൂറ്റാണ്ടിലെ ചരിത്രപരതയിലേക്കുള്ള വലിയ സൂചനയാണ്. അപ്പോൾ ആ നിലക്ക് നമുക്ക് ആ സോഴ്സുകളെ മുൻനിർത്തിയുള്ള പഠനങ്ങൾ വികസിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ ഒരുപാട് സോഴ്സുകൾ കണ്ണൂർ പരിസരത്തുണ്ട്. അപ്പോൾ ആ ഒരു ഇസ്ലാം കേരള ബന്ധത്തിൻ്റെ ഒരാദ്യകാല പ്രധാന ഇടമായിട്ട് നമുക്കതിനെ വികസിപ്പിക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് വളപട്ടണം എന്നുള്ളത്. വളപട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ആ ഒരു അടുത്തടുത്തായിട്ടുള്ള കുറേ പള്ളികളും ഒരുപാട് സയ്യിദ് കുടുംബങ്ങളുള്ളൊരു ദേശമാണ്. ഈ വളപട്ടണത്തിൻ്റെ ചരിത്ര വേരുകൾ എവിടേക്കാണ്, എങ്ങനെയൊക്കെയാണ്? വളപട്ടണം പറഞ്ഞതുപോലെ നമ്മൾ കോഴിക്കോട് നമ്മൾ കുറ്റിച്ചിറ ദേശത്തേക്ക് കാണുന്നത് പോലെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു ആൻഷ്യൻ്റ് വളരെ പഴക്കമുള്ള പഴമയുടെ ഒരുപാട് ചരിത്ര ശേഷിപ്പുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായൊരു ദേശമാണ് ഈ കുറ്റിച്ചിറ പോലെ തന്നെ വളപട്ടണം എന്നത്. ഇന്ന് പോയാലും നമ്മളതിൻ്റെ ആ ഉൾഗല്ലികളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പഴയ കെട്ടിടങ്ങൾ കാണാം, വലിയ പള്ളികൾ കാണാം, ചെറിയ ചെറിയ ഇസ്ലാംബിയ പോലെയുള്ള പള്ളികളുണ്ട്. ഈ പള്ളികൾ തന്നെ അതിൻ്റെ പഴയ കേരളീയ ആ തച്ചുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ ഒരുപാട് മക്ബറകൾ. ഇപ്പോൾ അത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് കോഴിക്കോടിൻ്റെ കുറ്റിച്ചിറ ദേശത്തേക്ക് നമുക്ക് നൽകുന്നത് പോലെ വലിയ ഒരു കാലത്തിൻ്റെ
ഒരു ചരിത്ര ശേഷിപ്പ് ഈ ദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റും പരിഷ്കരണങ്ങളും സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ റോഡ് വഴിമാറി വരുമ്പോൾ ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറുന്നു. പക്ഷേ ഇപ്പോഴും ആ ശേഷിപ്പുകൾ അവിടെയുണ്ട്. ഇപ്പോൾ 1900-ൻ്റെ 1800-ൻ്റെ അവസാനത്തിലൊക്കെ നിർമ്മിച്ച അങ്ങനെ എഴുതി വെച്ച കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ 1900-ൻ്റെ തുടക്കത്തിലുള്ള ഇയറുകളൊക്കെ പല കെട്ടിടത്തും കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിന് മുമ്പ് തന്നെയുള്ള ഒരുപാട് ചരിത്ര സോഴ്സുകൾ ഈ ഖബറുകളിലൂടെ നമുക്ക് ഡെവലപ്പാക്കി എടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും അവിടെ വരുന്നത് ഇപ്പോൾ ചാലകത്ത് കുഞ്ഞാമദാജൊക്കെ ദർസ് നടത്തിയിരുന്നൊരു പള്ളി ഇപ്പോഴും ഉണ്ട് അവിടെ. മാത്രമല്ല ഈ ഹദ്ദാദ്, കേരളത്തിൽ ഹദ്ദാദ് വളരെ മുമ്പ് തന്നെ സജീവമായിട്ട് ചൊല്ലിയിരുന്ന, കേരളത്തിലെ ഹദ്ദാദിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു റെഫറൻസ്, അതിൻ്റെ വേര് നീളുന്ന ഒരു പള്ളിയുണ്ട് അവിടെ. ഒരുപാട് റാത്തീബുകളെടുത്ത്. അതെ. ഈ ത്വരീക്കത്തുകളുടെയും സൂഫിസത്തിൻ്റെ ഒക്കെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്രാമ്യകൾ, ഈ ചെറിയ നിസ്കാരപ്പള്ളികൾ, ഇതിനെ കേന്ദ്രീകരിച്ചാണ് ഈ റാത്തിബുകൾ, സാധനങ്ങൾ, ഹദ്ദാദ് ഇതുകളൊക്കെ വ്യാപകമായിട്ടുണ്ടാകുന്നത്, ആളുകൾ ചൊല്ലിയിരുന്നത്. അപ്പം അതിൻ്റെ ശേഷിപ്പുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. വലിയൊരു ചരിത്രത്തിലേക്കുള്ള ഒരു സൂചന നമുക്ക് വളപട്ടണത്തെ കേന്ദ്രീകരിച്ച് കണ്ടെത്താൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ കക്കുളങ്ങരപ്പള്ളി. കക്കുളങ്ങരപ്പള്ളി ഇന്നും അതിൻ്റെ ഒരു നിർമ്മാണ ഭംഗി, അതിൻ്റെ ഒരു സൗന്ദര്യം, അവിടുത്തെ വലിയ കുളം, അതൊക്കെ ഒരു വലിയ ശേഷിപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ നഗരം ഉണ്ടാക്കിയത് കോലത്തിരി രാജാവിൻ്റെ ആ കാലത്താണെന്നുള്ളൊരു ചരിത്രമുണ്ട്. ആ ഒരു ചരിത്രത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ പഴയ കേരളത്തിലെ പഴയ മുസ്ലിം സെറ്റിൽമെൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് സൂഫികൾ വരുന്നു, ഇവിടെ സെറ്റിലാവുന്നു. ഇവിടുത്തെ തദ്ദേശീയരായ ഭരണാധികാരികൾ, ചക്രവർത്തിമാർ ഇവരെ വലിയ അർത്ഥത്തിൽ ആർദ്രമായി സ്വീകരിക്കുന്നു. അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. നമ്മൾ കോഴിക്കോട്ട് ഷേഖ് ജിഫ്രി വരുമ്പോൾ അന്നത്തെ സാമൂതിരി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അദ്ദേഹത്തിന് വലിയ ലാൻഡ് വിട്ടുകൊടുക്കുന്നു, അവിടെ പാർപ്പിക്കുന്നു. അപ്പോൾ മാത്രമല്ല, നമ്മൾ ഈ വളപട്ടണത്തിൻ്റെ തന്നെ ചരിത്രത്തിലേക്ക് നമ്മൾ ഷിഹാബുദ്ദീൻ തങ്ങന്മാർ വരുമ്പോൾ അറക്കൽ ഫാമിലി അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു, അവരവിടെ സെറ്റിലാക്കുന്നു. ഇത് കേരളത്തിലെ ഒരു പൊതു സ്വഭാവമാണ്. ഇപ്പോൾ ചാവക്കാട് ദേശത്തേക്ക് പോകുമ്പോൾ സയ്യിദ്സ് അവിടെ വന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, വലിയ ഭൂമി അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു, അവിടെ സെറ്റിലാക്കുന്നു. കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണത്. ഇപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ എന്തുകൊണ്ട് ഇവരെ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ ഇവർ വിശ്വസ്തരായ ആളുകളാണ്, സൂഫികൾ അല്ലെ സയ്യിദുമാർ. അപ്പോൾ ഒരു ദേശത്ത് ഇവർ വന്ന് സെറ്റിലാകുമ്പോൾ അവർക്കൊരു ലാൻഡ് കൊടുത്ത് അവരെ താമസിപ്പിക്കുമ്പോൾ തങ്ങളുടെ ദേശത്ത് പ്രശ്നം പരിഹരിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഇത് മാറുന്നു. അപ്പോൾ ഭരണം സുസ്ഥിരമാകും, പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാട്ടിൽ സമാധാനമുണ്ടാകും. അത് ഇവർ മനസ്സിലാക്കിയിരുന്നു ചക്രവർത്തിമാർ. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ആളുകളെ, സൂഫികളെയും സയ്യിദ്സിനെയും അക്കമഡേറ്റ് ചെയ്യുമ്പോൾ അത് പുറം ലോകത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇവിടുത്തെ ഭരണാധികാരി നല്ല ഇതാണ്, ഇവിടെ ഒരു നല്ലൊരു വ്യവസ്ഥയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനിയും ഇങ്ങോട്ട് വരാം എന്നുള്ളൊരു മെസ്സേജ് പുറം ലോകത്തുണ്ടാകും, സജീവമാകും. അപ്പോൾ അവർ ധാരാളമായിട്ട് ഇങ്ങോട്ട് വരും. അത് ഇവർക്ക് പല നിലക്ക് ഉപകരിക്കും. ഇവിടുത്തെ കച്ചവട ബന്ധങ്ങൾ സജീവമാകും, ഈ നാടിൻ്റെ ഒരു ആത്മീയാന്തരീക്ഷം, ഇവിടുത്തെ ഒരു സമാധാനാന്തരീക്ഷം സുദൃഢമാകും. ആ രീതിയിലാണ് കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. അത് തന്നെയാണ് നമുക്ക് അവിടെയും കാണാൻ പറ്റുന്നത്. ഈ കണ്ണൂരിൻ്റെ ഈ സൂഫി വേരുകളെ കുറിച്ച്, അതുപോലെ തന്നെ ഇവിടെ തരീക്കത്തുകൾ എത്രമാത്രം സജീവമായിട്ടുണ്ടായിരുന്നു? നമ്മൾ ഇപ്പോൾ കേരളീയ ഇസ്ലാമിൻ്റെ ഒരു ആദ്യകാല വേരുകൾ തേടുമ്പോൾ നമ്മൾ ആഴത്തിൽ കാണുന്നൊരു സംഭവമാണ് ഈ സൂഫിസം, ഈ ത്വരീക്കത്തുകൾ, സൂഫികളുടെ മക്ബറകളൊക്കെ. ഇപ്പോൾ ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സാധനം, ഇപ്പോൾ പെരിങ്ങത്തൂർ അലിയിൽ കൂഫി അല്ലെ, നമ്മൾ കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ കാണുന്ന വലിയൊരു ഒരു 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 സൂഫി സാന്നിധ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 റെഫറൻസുകളായിട്ട്, മാനുസ്ക്രിപ്റ്റുകളായിട്ട്, തലമുറകളായിട്ട് നമുക്കിടയിലൂടെ കൈമാറപ്പെട്ട് വരുന്ന 2 സാധനങ്ങൾ, ഒന്ന് ഒരു ളുഹൂറുൽ ഇസ്ലാം ഫി ദിയാരി മലൈബാർ എന്ന് പറയുന്ന ഒരു പഴയ ഇസ്ലാമിൻ്റെ ആഗമനത്തെ ഇന്ന് നമുക്കിടയിൽ നിലനിൽക്കുന്ന ഈ ഒരു ചേർമാൻ പെരുമാൾ ഒരു ട്രഡീഷൻ, ആ ഒരു കൺവേർഷൻ്റെ ഒരു ട്രഡീഷൻ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ഈ കഥ വിപുലമായിട്ട് പറയുന്ന ഒരു ആദ്യകാല റെഫറൻസാണ് ഈ ളുഹൂറുൽ ഇസ്ലാം ഫി ദിയാരി മലൈബാർ എന്ന് പറയുന്ന ഒരു മാനുസ്ക്രിപ്റ്റ്. ഈ മാനുസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കണ്ടെടുക്കപ്പെടുന്നത്
മാടായി പള്ളിയിൽ വെച്ചാണ്. ഏറ്റവും വലിയൊരു ചരിത്ര സോഴ്സാണത്. ഉം. രണ്ടാമത് ഇപ്പം ഇതിലാണ് ആദ്യത്തെ 10 പള്ളികളെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ പറയുന്നത്. രണ്ടാമത് നമുക്കിടയിൽ വലിയ റെഫറൻസായിട്ട് പറഞ്ഞു വരുന്ന ഇത് ഒരു റിഹ്ലത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന ഒരു ഷേഖ് ഉമർ സുഹ്റവർദിയുടെ അദ്ദേഹം എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ചെറിയ ഒരു പുസ്തകമാണ്, ഒരു അറബി റെഫറൻസ് സാധനം. അതിൻ്റെ അറബി മൂലം ഇന്ന് ലഭ്യമല്ല. അതിൻ്റെ മലയാള വിവർത്തനങ്ങൾ 2 ഇതായിട്ട് പഴയകാലം മുതൽ നമുക്കിടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിഹ്ലത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന ഒരു സോഴ്സിൽ അദ്ദേഹം ആദ്യകാല 10 പള്ളിക്കപ്പുറത്ത് കുറെ കൂടി രണ്ടാം ഘട്ടമായിട്ട് ഇവിടെ വന്ന വിപുലീകരിക്കപ്പെട്ട ധാരാളമായി വന്ന പള്ളികളെക്കുറിച്ചും കുറെ കൂടി ചരിത്രം ഒന്ന് അധികമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഷേഖ് ഉമർ സുഹ്റവർദി കുഞ്ഞിപ്പള്ളി ഭാഗത്ത് അന്ത്യവിഷമം കൊള്ളുന്നു എന്നാണ് ഇങ്ങനെ വിശ്വസിച്ച് വരുന്ന ആളുകൾ പറഞ്ഞു വരുന്നത്. ഒരു സൂഫിയായിരുന്നു സുഹ്റവർദി, ത്വരീഖത്തായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇതിലെ ചുറ്റി സഞ്ചരിച്ചു, അങ്ങനെയാണ് ചരിത്രം എഴുതിയെന്നൊക്കെ ഉള്ളൊരു ഓറൽ ട്രഡീഷൻ നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിലെ ഈ ഒരു ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയൊരു ഒരു ഒരു സംഭവം, അതിൽ അദ്ദേഹം പറയുന്നത് ഈ പെരിങ്ങത്തൂരിൽ അലിയിൽ കൂഫി വന്ന ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അത് പറയുന്നത് AD 825 അലിയിൽ കൂഫി അവിടെ എത്തിയത് ആയിട്ട് അലിയിൽ കൂഫി അവിടെ ഉള്ളൊരു സമയം ഹിജ്റ 825 അദ്ദേഹം പറയുന്നുണ്ട്. ഹിജ്റ 825 AD 825 എന്ന് പറഞ്ഞാൽ ഒരു 2-ാം നൂറ്റാണ്ട് അല്ലേ? അപ്പോൾ നബിയുടെ കാലം കഴിഞ്ഞ് 600-ന്റെ അവസാനം 700, 825 ആദ്യ കാലഘട്ടത്തിൽ തന്നെ 2 നൂറ്റാണ്ട് ഘട്ടം വരുമ്പോഴേക്ക് ഇങ്ങനെയൊരു സൂഫി ഈ നാട്ടിൽ വരുന്നു എന്നും താമസിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ MGSനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ പിൽക്കാലത്ത് 2 നൂറ്റാണ്ട് ശേഷമാണ് ഇസ്ലാം എത്തിയത്, അല്ലെങ്കിൽ 1100-കളിലാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു റെഫറൻസായിട്ട് സോഴ്സായിട്ട് അലിയിൽ കൂഫിയുടെ സാന്നിധ്യം നമ്മുടെ മുമ്പിലുണ്ട്. അലിയിൽ കൂഫി 825 കാലത്ത് അവിടെ പറയുന്നത്, ഇപ്പോൾ CK കരീമൊക്കെ അത് ചരിത്രത്തിൽ അതിൻ്റെ ഈ ചരിത്രത്തെ അദ്ദേഹം കൊണ്ടുവരുന്നത്, ഇപ്പോൾ പല ഭരണാധികാരികളും ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്, പലരും സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നബിയുടെ കാലത്തുണ്ടാകുന്നത് അത് ഈ അന്നത്തെ ഒരു ചെയർമാൻ ഭരണാധികാരിയാണ്, അതിന് ശേഷം മറ്റൊരു അപ്പോൾ അദ്ദേഹമാണ് അവിടെ പോയിട്ട് മുസ്ലിം ആകുന്നത്. രണ്ടാമതൊരു ഭരണാധികാരി അവിടുന്ന് പോയിട്ടുണ്ട്, അദ്ദേഹം ഇവിടെ നിന്ന് മുസ്ലിമായി അവിടെ ഹജ്ജ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ MGSനെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്നൊരു ഹജ്ജ് ചെയ്യാൻ പോയ ഭരണാധികാരി ഉണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ ഇവരെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അലിയിൽ കൂഫി 800-കളിൽ ഇവിടെ വരുന്നു, സെറ്റിലാകുന്നു, ഇവിടെ സജീവമായിട്ട് പ്രബോധനം നടത്തുന്നു. അതിൽ ആകൃഷ്ടനായിട്ട് അന്നത്തെ ചെയർമാൻ ഭരണാധികാരി മുസ്ലിം ആവുകയും ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. അപ്പോൾ ഇത് 825. ഇപ്പോൾ വില്യം ലോഗനൊക്കെ പറയുന്നുണ്ട് ഈ ഭരണാധികാരി ഹജ്ജ് ചെയ്യാൻ പോയത്, അപ്പോൾ നമ്മൾ കൊല്ലവർഷം തുടങ്ങുമ്പോൾ 825 വെച്ചിട്ടാണല്ലോ കൊല്ലവർഷം തുടങ്ങുന്നത്. അപ്പോൾ ഈ ഭരണാധികാരി, ചെയർമാൻ ഭരണാധികാരി ഇവിടെ നിന്ന് യാത്ര ചെയ്ത മുതലാണ് ഈ ഹജ്ജ് വർഷം തുടങ്ങിയത് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഓർമ്മയിലാണ് ഓണം തുടങ്ങിയത് എന്ന് പോലും ഉള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഒരു അഭിപ്രായമാണ്, ചരിത്രത്തിലുള്ള ഒരു അഭിപ്രായം. അപ്പോൾ 825 അലിയിൽ കൂഫി ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഒരു സൂഫി കണക്ഷൻ കിട്ടുകയാണ്, ഒരു ആത്മീയ ഒരു കണക്ഷൻ കണ്ണൂരിന് കിട്ടുകയാണ്. അത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സോഴ്സുകളിലൊന്നാണ്, കണ്ണൂരിൻ്റെ മാത്രമല്ല. പിന്നീട് അവിടെ നിന്നിട്ട് നോക്കിയാൽ ഇപ്പോൾ ശരിക്കും ഒരു സിസ്റ്റമാറ്റിക് സൂഫി ഓർഡറുകളായിട്ട്, ഇതൊന്നും അന്നൊന്നും ഒരു സൂഫിസം ഒരു സിസ്റ്റമാറ്റിക് സൂഫി ഓർഡറായിട്ട് വരുന്നില്ല. അത് ഇപ്പോൾ ഒരു ആദ്യകാല ഒരു ആത്മീയ ധാരയിലൂടെ ജീവിച്ചു പോകുന്ന ആളുകളുടെ കാലത്താണ് ഇത് നടക്കുന്നത്. പക്ഷെ അതിനെ തുടർന്ന് ഒരു 11-12 നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് ശരിക്കും സിസ്റ്റമാറ്റിക് സൂഫി ഓർഡറുകളായിട്ട് ത്വരീക്കത്തുകൾ രൂപപ്പെടുന്നത്. അത് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സ്പ്രെഡാകുന്നു. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഈ 2-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ഘട്ടത്തിൽ ഏകദേശം ഇപ്പോൾ നമുക്ക് കണ്ണൂരിൽ കാണാൻ പറ്റുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഒരു ആദ്യ നൂറ്റാണ്ടിനെ തുടർന്ന് തന്നെ ഈ വളപട്ടണം ഭാഗത്ത് നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫാമിലിയിൽപ്പെട്ട ബന്ധുക്കൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ആ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകൾ
വളപട്ടണത്ത് വന്ന് താമസിക്കുന്നുണ്ട്. സിദ്ദീഖീങ്ങളുടെ ഒരു ഹിസ്റ്ററി നമുക്ക് വളപട്ടണത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ വന്നു, അവിടുത്തെ ഒരു റിലീജിയസ് ലീഡർഷിപ്പ് അവരിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അവരാണ് അവിടുത്തെ കാളിമാരായിട്ട് മാറുന്നത്. അപ്പോൾ അത് നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മളെത്തി ഈ സിദ്ദീഖി, ഈ അബൂബക്കർ സിദ്ദീഖിന്റെ ആ കുടുംബ പരമ്പര കണ്ണൂരിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് ഈ വളപട്ടണം കേന്ദ്രീകരിച്ച് സജീവമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല അത് പിന്നീട് 1524-25 കാലഘട്ടത്തിൽ 1524 ഷെയ്ഖ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി വരുന്നുണ്ട്. അദ്ദേഹം വരുന്നത് വരെ, അദ്ദേഹം വരുമ്പോൾ പിന്നീട് ഇവരിൽ നിന്ന് വിവാഹം ചെയ്യുന്നു. പിന്നീട് ആ കാളി ഇത് ഇവരിലേക്ക് മാറുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രഡീഷൻ വളരെ ആഴത്തിൽ നിലനിന്നിരുന്ന ഒരു ദേശം കൂടിയായിരുന്നു വളപട്ടണം എന്നറിയുന്നത്. പിന്നീട് അവിടെ നിന്നിട്ട് നോക്കിയാൽ സൂഫിസം, അത് കണ്ണൂരിലെ ഓരോ ദേശത്തിനും ഒരു സൂഫി കണക്ഷൻ കണ്ടെത്താൻ പറ്റും. ഷാദുലി ത്വരീഖത്തിൻ്റെ ഹിസ്റ്ററി തേടി പോയാൽ, ഖാദിരി ത്വരീഖത്തിൻ്റെ ഹിസ്റ്ററി തേടി പോയാൽ, സുഹ്റവർദി ത്വരീഖത്തിൻ്റെ ഹിസ്റ്ററി തേടി പോയാലും ഒക്കെ കണ്ണൂരിൽ അതിന് വലിയ പേരുണ്ട്. ഇപ്പോൾ 1500 മുതൽ ഇപ്പോൾ നമ്മളറിയുന്ന ഒരു വലിയ ചരിത്ര സോഴ്സാണ് പുറത്തിയിൽ. ഇന്നും നമ്മൾ പോയാൽ പുറത്തിയിൽ അതിൻ്റെ ഒരു ചരിത്രപരത ദേശം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വലിയ കബറുകൾ, ഒരുപാട് കബറുകളുണ്ട്, അത് നീളമുള്ള കബറുകൾ. അതിൻ്റെ ചരിത്രം പറയുന്നത് 1500 മറ്റാണ്. ഇപ്പോൾ അബ്ദുൽ ഖാദർ സാനി എന്നറിയപ്പെടുന്ന പുറത്തിൽ ഷേഖ്, അദ്ദേഹം ഒരു പുറത്തുനിന്ന് വരികയാണ്, എന്നിട്ട് ഇവിടെ നിന്ന് വിവാഹം കഴിക്കുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു എന്ന് അതിൽ ഉണ്ടാകുന്ന മകനാണ് പിന്നീട് ഇവിടുത്തെ പുറത്തിൽ ഷേഖായിട്ട് ആദ്യം വരുന്നത്. വലിയൊരു സൂഫിയായിട്ട് വരുന്നു, ഒരു ആത്മീയ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നു. പുറത്തിൽ ഷേഖ് അബ്ദുൽ ഖാദർ സാനി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. രണ്ടാം മൊഹീദ്ദീൻ, രണ്ടാം അബ്ദുൽ ഖാദർ എന്ന അക്കാലത്ത് അറിയപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾക്കിടയിൽ സജീവമായിട്ട് അറിയണമെങ്കിൽ അദ്ദേഹത്തിന് അത്രമാത്രം ഒരു ആത്മീയമായ ഒരു സ്വാധീനമുണ്ടാകണം. പിന്നീട് ആ ഒരു ട്രഡീഷൻ, അത് സുഹ്റവർദി ത്വരീഖത്തിൻ്റെ ധാരയിലാണ് അവർ വരുന്നത്. വളപട്ടണത്താണെന്നുള്ളൊരു ചരിത്രപരമായിട്ടുള്ള എങ്ങനെ ഈ അബ്ദുൽ ഖാദർ സാനി ഞാൻ പറഞ്ഞ ഈ പുറത്തിയിൽ അത് ഏകദേശം ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയല്ലേ വരുന്നത്, പുറത്തിയിൽ. പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു നൂറുദ്ദീൻ ഷേഖ്, നമ്മൾ കോഴിക്കോട് ചാലിയത്ത് വന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരമ്പരയിൽ വരുന്നവരാണ്. അവിടെ ആത്മീയപരമായിട്ടുള്ള നേതൃത്വം നൽകുന്നുണ്ട്. പിന്നീട് അവർ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഏതായാലും ഇന്നും ആ ഒരു ട്രഡീഷൻ അല്ലേ, പുറത്തിൽ ഷേഖ് എന്ന് പറയുന്ന ട്രഡീഷൻ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കിയാലേ നമ്മൾ ഈ ഷാദുലി ത്വരീഖത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ അന്വേഷിച്ച് പോയാലും ഇപ്പോൾ ഒരുപക്ഷെ 1800 മമ്പ്രന്തങ്ങളുടെയൊക്കെ ഏകദേശം ആ ഒരു തുടർന്ന കാലത്തിലൊക്കെ തന്നെയാവണം. ഇപ്പോൾ നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷേഖ് എന്ന് പറയുന്ന വലിയൊരു സൂഫി വര്യൻ, അദ്ദേഹം നഖ്ശബന്ദി ത്വരീഖത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് സജീവമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം മക്കയിലും മറ്റൊക്കെ ആയിട്ട് യാത്രകൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ഹജ്ജിന് പോകുമ്പോൾ, അല്ല മക്കയിൽ യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ ഗോവ പരിസരത്തോ മറ്റോ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബർ ആ ഒരു ഏരിയയിലാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ, ഒരു അബ്ദുറഹ്മാൻ ഷേഖ്, അദ്ദേഹത്തിൻ്റെ മകൻ അഹമ്മദ് കുട്ടി ഷേഖ്, അവരുടെയൊക്കെ മക്കബറകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. നഖ്ശബന്ദി ത്വരീഖത്ത് വളരെ സജീവമായിട്ട് അങ്ങനെ പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല അവരിലൂടെ പിന്നെ അത് താനൂർ അബ്ദുറഹ്മാൻ ഷേഖ് ആ ഒരു ധാരയിൽ വരുന്ന ആളുകളാണ്. അവരുടെ ഖബറുകൾ ഇന്നും ആ ഏരിയയിൽ വലിയൊരു ആത്മീയ കേന്ദ്രങ്ങളായിട്ട് നിലനിൽക്കുന്നു. ആ ഒരു ട്രഡീഷൻ ഇന്നും ഒരർത്ഥത്തിൽ അത് നിലനിന്ന് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഷാദുലി ത്വരീഖത്ത്, ഇത് നഖ്ശബന്ദി ത്വരീഖത്താണ് ഷേഖ് കുഞ്ഞഹമ്മദ് ഷേഖിൻ്റെത്. ഷാദുലി ത്വരീഖത്തിൻ്റെ ഇതിലും നമ്മൾ 1800 അവസാനത്തിലെ 900 തുടക്കത്തിലൊക്കെ ആ ഏരിയയിൽ വലിയ ആഴത്തിലുള്ള വേരുകൾ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഒരു ഷേഖ് ഹഫീൽ എന്ന് പറയുന്ന ഷാദുലി ത്വരീഖത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഷേഖ്, ഈ തളിപ്പറമ്പ് കണ്ണാടിപ്പറമ്പ് ഭാഗത്ത് അദ്ദേഹം ജീവിച്ചിരുന്നതും, ഇപ്പോൾ അദ്ദേഹം അറബി മലയാളത്തിൽ എഴുതിയ ഷാദുലി ഈ മുരീദുമാർക്ക്, ഷാദുലി ത്വരീഖത്തിലെ ആളുകൾക്ക് അവരനുവർത്തിക്കേണ്ട നിബന്ധനകളൊക്കെ എഴുതിയ ഒരു പുസ്തകം തന്നെ അറബി മലയാളത്തിൽ നമുക്കിന്ന് ലഭ്യമാണ്. അദ്ദേഹം യമൻ ഭാഗത്തിലൂടെയൊക്കെ സഞ്ചരിച്ചതും അവിടെയുള്ള സൂഫികളിൽ നിന്ന് ആത്മീയ അത് സ്വീകരിച്ചതും പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നതും ഇവിടെ അതിനെ പ്രചരിപ്പിച്ച കഥകളൊക്കെ ഉണ്ട്. ഇങ്ങനെ
ഒരു തസവുഫിൻ്റെ സൂഫിസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് കണ്ണൂരിൻ്റെ ഉൾദേശങ്ങൾ നൂറ്റാണ്ടുകൾ മുമ്പ് മുതൽ ഇന്ന് വരെ സജീവമായിട്ട് നിലനിന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി കേരളത്തിലെ സയ്യിദുമാരുടെ ചരിത്രം എങ്ങനെയാണ് കണ്ണൂരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ സൂഫിസവുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ സയ്യിദ്സിൻ്റെ ചരിത്രത്തിലും കണ്ണൂരിന് വലിയൊരു ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലെ പൊതുവെ സയ്യിദ്സ് നമ്മൾ പറയാറുള്ളത് ഒന്ന് ഹലർമി സയ്യിദ്സും മറ്റൊന്ന് ബുഖാരി സയ്യിദ്സുമാണ്. കേരളത്തിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പല നിലക്ക് ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയിൽ നമ്മളതിൻ്റെ സാധ്യതകൾ വെച്ച് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും ആദ്യം 1524 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കബീലിൽപ്പെട്ട ആദ്യത്തെ വ്യക്തി വരുന്നത് ഇവിടെ വളവട്ടണത്തെ കക്കുളങ്ങര പള്ളിയിലേക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ സിദ്ദീഖ്യങ്ങളുടെ ആ ഒരു ട്രഡീഷൻ നിലനിൽക്കുന്ന കാലത്ത് അദ്ദേഹം വരുന്നു, അതിൻ്റെ അവിടെ നിന്ന് വിവാഹം ചെയ്യുന്നു, അങ്ങനെ ആ ഒരു ഇതിലേക്ക് ചേരുകയാണ്. പിന്നീട് ഖാലി പരമ്പര ഇവരിലേക്ക് പോവാണ്. പിന്നീട് ഇപ്പോഴും അവിടെ ആ ഒരു സയ്യിദ് ഫാമിലിയിലാണ് ആ ഒരു ഖാലി ട്രഡീഷൻ നിലനിന്ന് വരുന്നത്. ഇന്നും അവിടെ പോയാൽ കക്കുളങ്ങര പള്ളിയുടെ മുമ്പിൽ വലിയൊരു മക്ബറയുണ്ട്, അതിലാണ് ഷെയ്ഖ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി. പിന്നീട് അവിടെ നിന്നാണ് ദ്വീപിലേക്കും കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കും ഈ ഒരു സയ്യിദ് ബുഖാരി സയ്യിദ് നമുക്ക് കണ്ണൂർ മൗല സിറ്റിയിലുള്ള അവരുടെ പള്ളി കാണാം, അവിടെ അവരുടെ മക്ബറ കാണാം. പിന്നീട് കൊച്ചിയിലേക്ക് വ്യാപിക്കുന്നുണ്ട്, ചാവക്കാടേക്ക് വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ബുഖാരി സയ്യിദ്സിൻ്റെ എല്ലാവരുടെയും പേരുകൾ നമ്മൾ അന്വേഷിച്ച് പോയാൽ സെയ്ദ് ജലാലുദ്ദീൻ ബുഖാരിയിലേക്കാണ് അത് ചെന്നുമുട്ടുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഈ ഹലർമി സയ്യിദ്സ് ആണ്. ഹലർമി സയ്യിദുമാരുടെയും വളരെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് വളപട്ടണം. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു അറിയപ്പെട്ട ഹിസ്റ്ററിക്ക് അനുസരിച്ച് 1500-600 മുതലൊക്കെ തന്നെ ഇവരുടെ വരവുണ്ടാകുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മാഹിയിലുള്ള കല്ലാപ്പള്ളി അല്ലേ, കല്ലാപ്പള്ളി ഷേഖ് എന്നറിയപ്പെടുന്ന ഒരു മക്ബറയുണ്ട് അവിടെ. ഇപ്പോൾ പറയപ്പെടുന്നത് മയ്യലവി എന്നുള്ള ഒരു സൂഫി, അത് ബാലവി ത്വരീഖത്ത് ബാലവി ധാരയിൽപ്പെട്ട സയ്യിദ് ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് അവിടെ അന്ത്യവിഷമം കൊള്ളുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു പക്ഷേ 1400-കളിലോ 500-കളിലോ 600-കളിലൊക്കെ ആവണം അദ്ദേഹം വന്നിട്ടുള്ളത്. പിന്നീട് നമുക്കറിയാം 1701 മറ്റാണ് കൊയിലാണ്ടിയിലേക്ക് ഒരു ഐദ്രൂസി സയ്യിദ് വരുന്നുണ്ട്. ഒരു 1703 സയ്യിദ് അബ്ദുറഹ്മാൻ ഐദ്രൂസി പൊന്നാനിയിൽ വന്ന് താമസിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു കേരളത്തിലേക്കുള്ള സയ്യിദ്സിൻ്റെ ഒരു ശ്രേണി അവർ ഹലർമൗത്തിൽ നിന്ന് മലബാറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ 1768 സയ്യിദ് അലി ശിഹാബുദ്ദീൻ തങ്ങൾ, ഈ നമ്മൾ ഇന്നത്തെ പാണക്കാട് സയ്യിദ്സിൻ്റെ അവരുടെ ഗ്രാൻഡ് ഫാദറായിട്ട് പിതാമഹനായിട്ട് അറിയപ്പെടുന്ന ആദ്യമായിട്ട് ഇവിടെ എത്തുന്ന സയ്യിദ് അലി ശിഹാബുദ്ദീൻ, അവർ 1768 അഥവാ മമ്പ്രം തങ്ങൾ ഇവിടെ എത്തുന്നതിൻ്റെ 2 വർഷം മുമ്പാണ് അവരിവിടെ വരുന്നതും അവിടെ സെറ്റിലാകുന്നതും, വളപട്ടണത്തിൽ സെറ്റിലാകുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനാണ്, ആ മകൻ കല്യാണം കഴിക്കുന്നത് അറക്കൽ ഫാമിലിയിൽ നിന്നാണ്. അറക്കൽ ഫാമിലിയിൽ നിന്ന് വിവാഹം കഴിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഈ രാജകീയ റോയൽ സെറ്റപ്പിനോടൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. ഒരു സാധാരണ ഒരു ആത്മീയ പുരുഷനായിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് ഫാമിലിയായിട്ട് കോഴിക്കോടേക്ക് വന്ന് താമസിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളതും, അവിടെ പള്ളി നിർമ്മിക്കുന്നു. പിന്നീടാണ് ആ ഫാമിലി അവിടെ നിന്ന് മലപ്പുറത്തേക്ക് പോകുന്നു. പിന്നീട് മലപ്പുറത്ത് നിന്ന് പിന്നീട് 1800 ഒരു മധ്യത്തിലാണ് സയ്യിദ് അന്നത്തെ ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ് പാണക്കാട്ടേക്ക് വരുന്നത്. ആ ഒരു ട്രഡീഷൻ, ഈ ഷിഹാബുദ്ദീൻ സയ്യിദ്സിൻ്റെ ഒരു ട്രഡീഷൻ്റെ പേര് ചെന്നുമുട്ടുന്നതും ഈ വളപട്ടണത്തേക്കാണ്. അപ്പോൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഈ ബുഖാരി സയ്യിദ്സ് അതിൻ്റെ മൊത്തം പേരുകൾ ചെന്നുമുട്ടുന്നതും, പിന്നീട് നമുക്കറിയാം ഇപ്പോൾ ഇന്ന് നമ്മൾ പോയാൽ വിവാഹബന്ധത്തിലൂടെ വ്യത്യസ്ത കബീലകൾ സയ്യിദുമാർ ഇവിടെ വളപട്ടണത്തെ പള്ളിക്ക് ചുറ്റും നിറഞ്ഞ് അവരുടെ ഖബറുകൾ ധാരാളമായി കണ്ടെത്താൻ പറ്റും. വ്യത്യസ്ത കബീലകൾ അവിടെയുണ്ട്. ഇനി
14-ാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങളെ കുറിച്ച് ഇവിടെ കണ്ണൂർ സന്ദർശിച്ചിട്ട ഇബ്നു ബത്തൂത്ത പറയുന്നത് എന്തൊക്കെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇപ്പോൾ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സോഴ്സുകൾ പലതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻസ്ക്രിപ്ഷൻസുകളും നമുക്ക് അവിടെ നിന്ന് തന്നെ ഖബറുകളിലും മറ്റൊക്കെയുള്ള കൊത്തുപണികളും എഴുത്തുകളും മറ്റൊക്കെയാണ്. പക്ഷെ അതിനെ തുടർന്ന് പിന്നീട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ സഞ്ചാരികളുടെ യാത്രാക്കുറിപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര റെഫറൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇപ്പോൾ 1300-കളിലാണ് മലബാറിൻ്റെ തീരങ്ങളിലൂടെ ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാരം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു 14-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പുകൾ മലബാറിൻ്റെ കോസ്റ്റൽ ബെൽറ്റിൽ എത്രമാത്രം മുസ്ലിം സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഈ കച്ചവട വ്യാപാര ബന്ധം എത്രമാത്രം സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായൊരു ചിത്രം നൽകുന്നുണ്ട്. പൊതുവെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അന്ന് ഇവിടുത്തെ പല കോസ്റ്റൽ തുറമുഖങ്ങളും അല്ലെ കോസ്റ്റൽ ഏരിയകളും ഒരുപാട് ഇപ്പോൾ ചൈനയിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നുള്ളൊരിത് പറയുന്നുണ്ട്. അത് കച്ചവട ബന്ധം അത്രമാത്രം ധാരാളമായിട്ടുണ്ടായിരുന്നു. രണ്ടാമത് അദ്ദേഹം ഇതിലൂടെ സഞ്ചരിച്ച് പലയിടത്തും സൂഫി സാന്നിധ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ദർസുകളെ കുറിച്ച് പറയുന്നുണ്ട്, വിജ്ഞാന കേന്ദ്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ടെക്സ്റ്റുകളെ കുറിച്ചൊക്കെ അദ്ദേഹം വിവരം നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഏഴിമല പോകുന്ന ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഏഴിമലയും ശ്രീകണ്ഠാപുരവും മാടായി ഈ വളപട്ടണം ഏരിയകളിലൊക്കെ അദ്ദേഹം ദിവസങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല നിലയിൽ തന്നെ അവിടെ ഇടപെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഏഴിമല പോകുമ്പോൾ ധാരാളം കപ്പലുകൾ, ആളുകളൊക്കെ കാണുന്നതും ഒരു സൂഫി വ്യത്യസ്ത ഭാഗങ്ങളെ ചുറ്റി സഞ്ചരിച്ച ഒരു സൂഫിയെ കാണുന്നതും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ അദ്ദേഹം അത്ഭുതകരമായിട്ട് പറയുന്നത് അവിടെ ഒരു ദർസ്, ഒരു പഠന കേന്ദ്രം അദ്ദേഹം കാണുന്നു. അവിടെ ആളുകൾ താമസിച്ചു പഠിക്കുന്നു. മാത്രമല്ല ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മന്ത്ലിയോ മാസത്തിലോ മറ്റോ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നു, അങ്ങോട്ട് കാശ് കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ഒരു സംവിധാനം എത്രമാത്രം സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രം അദ്ദേഹം തരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു കോസ്മോപൊളിറ്റൻ പരിസരമാണ് അന്നത്തെ എന്ന് പറഞ്ഞാൽ പുറം ലോക ബന്ധങ്ങളുടെ ഒരു സജീവത നിലനിന്നിരുന്ന ഒരു കാലമാണ്. കാരണം യാത്രകൾ, സഞ്ചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം കച്ചവടക്കാരും മറ്റും വരികയാണ്. ഇവരോടൊപ്പം പഠിതാക്കൾ വരുന്നുണ്ട്, അവരിവിടെയുള്ള ദർസുകളും മറ്റും പഠിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അത് തദ്ദേശീയരും ഉണ്ടാവും, വിദേശികളും ഉണ്ടാകും. കൂടുതൽ ഒരുപക്ഷെ വിദേശികളൊക്കെ ആവാം. അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികളുടെ മറ്റോ സപ്പോർട്ടിലൂടെ മറ്റൊക്കെ തന്നെ ആവണം ഇത്തരത്തിലുള്ള ഈ സ്റ്റൈപ്പൻഡ് സംവിധാനങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും ഈ 1500-കൾക്ക് മുമ്പുള്ള ഒരു കേരളീയ ഇസ്ലാമിൻ്റെ ഒരു സജീവതയെക്കുറിച്ചുള്ള ഡാറ്റകൾ, വിവരങ്ങൾ നമുക്ക് നൽകുന്നതിൽ ഇബ്നു ബത്തൂത്തയുടെ രേഖകൾ, അദ്ദേഹത്തിൻ്റെ ഇത്തരം കുറിപ്പുകൾ നമുക്ക് വലിയൊരു സോഴ്സ് ആയിട്ടുണ്ട്, റെഫറൻസ് ആയിട്ടുണ്ട്. അതിൽ നമുക്ക് കണ്ണൂരിനെ കുറിച്ചുള്ള വലിയ പരാമർശങ്ങൾ കാണാം. ഈ ഏഴിമല പോലെയുള്ള ഇവിടുത്തെ, അത് കേവലം ഇവിടുത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ഇവിടുത്തെ വൈജ്ഞാനിക തലങ്ങളെക്കുറിച്ച്, ആത്മീയ തലങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് വലിയൊരു സോഴ്സായിട്ട് ഇത് നമുക്ക് വിവരം നൽകുന്നുണ്ട്. ഏതായാലും കണ്ണൂരിനെ കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ഇതിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു സെഷനുമായി വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.